തന്നെ ലൈംഗികമായി പീഡിപ്പിച്ച 17 ഠാക്കൂർമാരെയാണ് 1981 ഉത്തർപ്രദേശിലെ ബെമ്മായി ഗ്രാമത്തിൽ വെച്ച് ഫൂലൻ ദേവി കൊലപ്പെടുത്തിയത്. ഇവരെ കൊലപ്പെടുത്തുന്നത് കണ്ടു നിന്ന റാണ പിന്നീട് പകപോക്കാനാണ് 2001 11 പേരെയും കൂട്ടി ഡൽഹിയിലെത്തിയത്. അപ്പോഴേക്കും കൊള്ളക്കാരിയുടെ ജീവിതത്തോട് വിട പറഞ്ഞ സമാജ്വാദി പാർട്ടിയുടെ ലേബലിൽ ഫൂലൻ ദേവി MP ആയിരുന്നു. 2001 ജൂലൈ 25 ഉച്ചയ്ക്ക് ലോക്സഭയിൽ നിന്ന് ഔദ്യോഗിക വസതിയിലെത്തിയപ്പോഴായിരുന്നു മുഖംമൂടി അണിഞ്ഞ റാണയും കൂട്ടരും ഫൂലൻ ദേവിക്ക് നേരെ നിറയൊഴിച്ചത്. തൽക്ഷണം അവർ മരണത്തിന് കീഴടങ്ങി. 2004 അറസ്റ്റ് ചെയ്ത റാണ തീഹാർ ജയിലിൽ ചാടിയതിനെ തുടർന്ന് 2006 വീണ്ടും പിടിയിലാവുന്നത്. പ്രതികളിൽ ഒരാൾ 2013 തീഹാർ ജയിലിൽ വെച്ച് ഹൃദയസ്തംഭനം മൂലം മരിച്ചിരുന്നു. കൊലപാതക ശ്രമം എന്നീ കുറ്റങ്ങളാണ് റാണയ്ക്ക് മേൽ കോടതി ചുമത്തിയിട്ടുള്ളത്. റാണയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പ്രായം പരിഗണിച്ച് വെറുതെ വിടണമെന്ന 38-കാരനായ റാണ ആവശ്യപ്പെട്ടെങ്കിലും അത് സാധ്യമല്ലെന്ന് കോടതി പറഞ്ഞു. എന്നാൽ പ്രായം പരിഗണിച്ച് വധശിക്ഷ ഒഴിവാക്കുന്നതായി കോടതി അറിയിച്ചു. ജീവപര്യന്തത്തോടൊപ്പം 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. പിഴയൊടുക്കുന്ന തുക ഫൂലൻ ദേവിയുടെ ബന്ധുക്കൾക്ക് നൽകണമെന്നും ജസ്റ്റിസ് ഭരത് പരാശർ ഉത്തരവിട്ടു. കേസിൽ റാണ കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ആസൂത്രിതമായാണ് കൊലപാതകം നടത്തിയതെന്നും കണ്ടെത്തിയിരുന്നു. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ ഉടനെ തനിക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ഈ കൃത്യം ചെയ്യാൻ കഴിയുമെന്ന് റാണ കോടതിയോട് ചോദിച്ചു. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധിയെന്നും റാണയ്ക്ക് വേണമെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നുമായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതി അറിയിച്ചത്. 3 വർഷമായി തുടരുന്ന കേസിൽ ആകെ 171 സാക്ഷികളെ വിസ്തരിച്ചിരുന്നു. TV ന്യൂസ്, ഡൽഹി.